ശിവഭഗവാന്റെ ജനനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? പല കഥകളും ശിവഭഗവാന്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവും അതിന്റെ സംരക്ഷകനായ വിഷ്ണുവും തമ്മിലൊരു തർക്കമുണ്ടായി, തങ്ങളിൽ ആരാണ് ശക്തനെന്നറിയാൻ. അങ്ങനെയിരിക്കെ പെട്ടെന്ന് അവരുടെ മുന്നിലൊരു ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ടു. തങ്ങളെക്കാളും വലിയ ശക്തിയാണോ എന്നറിയാൻ മനസ്സിലാക്കുവാൻ വേണ്ടി അതിന്റെ ഉദ്ഭവവും അവസാനവും നിർണ്ണയിക്കാനായി അവർ തീരുമാനിച്ചു. വിഷ്ണു വരാഹാവതാരം എടുത്ത് ലിംഗത്തിന്റെ അടിഭാഗം കണ്ടെത്താനുള്ള ശ്രമത്തിനായി താഴേക്ക് പോയി. ബ്രഹ്മാവാണെങ്കിലോ ഒരു ഹംസമായി മാറി മുകൾ ഭാഗം കാണാൻ വേണ്ടി മുകൾ ഭാഗത്തേക്ക് പറക്കുകയും ചെയ്തു. എന്നാൽ കുറേ സമയങ്ങൾക്ക് ശേഷം രണ്ടുപേരും തുടങ്ങിയ അതേ ഇടത്ത് തന്നെ എത്തിച്ചേരുകയുണ്ടായി. എന്നാൽ പരാജയം സമ്മതിക്കാൻ പറ്റാതെ ബ്രഹ്മാവ് ലിംഗത്തിന്റെ മുകൾ ഭാഗം കണ്ടെത്തിയെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. ഈ വഞ്ചന ശിവനെ പ്രകോപിപ്പിച്ചു. തുടർന്ന് തന്റെ പൂർണ്ണവും ഗംഭീരവുമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ശിവൻ ബ്രഹ്മാവിനെ ശാസിക്കുകയും ഇനി ബ്രഹ്മാവിനെ ഒരിക്കലും ശ്രദ്ധത്തിൽ ആരാധിക്കില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു, തങ്ങളെക്കാളും വലിയ ശക്തിയാണ് ശിവനെന്ന്.